അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനമില്ല. പിന്നെന്താന്ന് വെച്ചാൽ ചില ഷോർട്സ് വീഡിയോകൾ ചെയ്യാറുണ്ട്, അത് കുറേ ദിവസമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ചെയ്യാൻ മടി അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതിനെ നീണ്ടുപോയാൽ അത് ഒരുപക്ഷെ നിലക്കാൻ സാധ്യതയുണ്ട്, തീരെ ഇല്ലാതെയായി പോവാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്തേ മതിയാവൂ എന്ന് സ്വയം ബോധ്യപ്പെടുത്തി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ നടത്തത്തിനിടയിൽ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പലപ്പോഴും ഉള്ളതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ. നാളെ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു പോകും. അപ്പം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടി വരും. ഞാൻ കുറച്ച് മുമ്പ് വായിച്ച ഒരു പുസ്തകമുണ്ട്. നമ്മൾ പലപ്പോഴും ഗോളുകൾ സെറ്റ് ചെയ്യുന്ന ഒരു വർഷത്തേക്കുള്ളതായിരിക്കും, മിക്കവാറും ഗോളുകൾ ഒരു വർഷത്തേക്കായിരിക്കും. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചയിതാക്കൾ പറയുന്നത് ആ ഒരു 12 മാസങ്ങളുള്ള ഒരു വർഷം വന്നതിനപ്പുറം 12 ആഴ്ചകളുള്ള ഒരു വർഷമാണ് തനിക്ക് നമ്മൾ മനസ്സിലാക്കുക, വിശ്വസിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് 12 ആഴ്ചകൾ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് ആ ഒരു 12 ആഴ്ചകൾ കൊണ്ട് ഒരു വർഷത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ 12 ആഴ്ചകൾ കൊണ്ട് നേടിയെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 4 വർഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്കൊരു വർഷത്തിൽ നേടിയെടുക്കാവുന്നതാണ്. കാരണം മിക്കവാറും സമയങ്ങളിൽ നമ്മുടെ ഒരു വർഷത്തെ ഗോൾ സെറ്റ് ചെയ്താൽ, ഇപ്പോൾ പലപ്പോഴും ഈ 2024 ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവസാനത്തെ 3 മാസങ്ങളിലോ അല്ലെങ്കിൽ 4 മാസങ്ങളിലോ 2 മാസങ്ങളിലോ ഒക്കെ നമ്മൾ അതിനു വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്ത് ശ്രമം നടത്താം. അപ്പോൾ അത് അത്രയും സമയമുണ്ടല്ലോ എന്നുള്ള ഒരു ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഈ 12 ആഴ്ചകളിൽ ഒതുക്കുന്ന ഒരു വർഷം എന്ന് തീരുമാനിച്ചാൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള സമയങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മാസത്തിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരാഴ്ചയിൽ ചെയ്തിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രഹസ്യം. ഇതിന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം. ഒന്ന്, നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, സൂര്യൻ്റെ ലൈറ്റ് ഓക്കെ. ഒന്ന്, നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, അതിനനുസരിച്ചുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ഇത് നമ്മൾ ഇടയ്ക്കിടെ അനാലിസ് ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കി നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് പറഞ്ഞു വന്നത് 12 ആഴ്ചകളുള്ള ഒരു വർഷം. അപ്പോൾ നാം 12 മാസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ 12 ആഴ്ചകളാക്കി ചുരുക്കുക. എന്നിട്ട് ഒരു മാസത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും ഒരു വർഷത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ലോങ് ടൈം ആണ്. അത്രയും സമയം പല കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് ആവശ്യമില്ല യഥാർത്ഥത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള വർഷം 12 ആഴ്ചകളാണെന്ന് തീരുമാനിക്കുക. 12 ആഴ്ചകൾ ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടത് ഓരോ മാസത്തിലും നമ്മുടെ മൈൽ സ്റ്റോണുകൾ ഉണ്ടാവും. നമ്മൾ എവിടെ എത്തണം ഓരോ മാസത്തിലും. ആ ഒരു മാസത്തിൽ എത്തേണ്ട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കണം. എന്നിട്ട് ഓരോ ആഴ്ചയിലും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക കൂടെ വേണം. അങ്ങനെ 12 ആഴ്ചകളുള്ള ഒരു വർഷമാണ് എൻ്റേത് എന്ന് തീരുമാനിക്കുക. ഇങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ 3 മാസത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ 4 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന പല കാര്യങ്ങളും നമുക്കൊരു വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഒന്നാമത്തത് ഇങ്ങനെ തീരുമാനിക്കുക. എന്നിട്ട് ഈ 12 ആഴ്ചകളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ആഴ്ചയിലും അത് അനാലിസ് ചെയ്യുക. ഞാനിത് ചെയ്തിട്ടുണ്ടോ, ഞാൻ എവിടെ എത്തി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇതിന് 3 കാര്യങ്ങൾ പ്രധാനം. ഒന്ന്, എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. അത് നമ്മുടെ പേഴ്സണൽ ഗോളാവാം,
നമ്മുടെ പ്രൊഫഷണൽ ഗോളാവാം, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള അങ്ങനെ എന്തും ആവട്ടെ. അപ്പോൾ ഈ 12 ആഴ്ചകൾ കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന വിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗോള് എന്താണ് എന്ന് തീരുമാനിക്കുക. എന്നിട്ട് കമ്മിറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഒരു വർഷം സമയമുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ, നമ്മൾ നേരത്തെ നമ്മുടെ മൈൻഡിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് 365 ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാന സമയത്തേക്ക് നീട്ടിവെക്കുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ടാവും. അതായത് ഇനിയും കുറേ സമയങ്ങളുണ്ടല്ലോ എന്നൊരു ധാരണ നമ്മുടെ മൈൻഡിനുണ്ടാവും. അപ്പോൾ അതിനപ്പുറം ഇത് 12 ആഴ്ചകളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കമ്മിറ്റ്മെന്റ്, കിടന്നുറങ്ങാതെ മടി പിടിച്ചിരിക്കാതെ നാം ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് ഓരോ ആഴ്ചകളിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ച ഓരോ ആഴ്ചകളിലും ഞാൻ എത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മൈൽ സ്റ്റോണുകൾ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് നാം അനാലിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് 12 ആഴ്ചകളിൽ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിലും ഈ 12 ആഴ്ചകളുള്ള ഒരു വർഷം എന്ന ഒരു ആശയം സ്വീകരിക്കുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. എല്ലാ ലക്ഷ്യങ്ങളും സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചൊരു വീഡിയോ അല്ലാത്തത് കൊണ്ട് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വരാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.